ഇന്ന് ഏഷ്യയുടെ നൂറ്റാണ്ടാണെന്നാണ് ലോകത്തിൽ പറയുന്നത്. കാരണം ഇന്ന് ലോകത്തിലെ സാമ്പത്തികമായി വളരുന്ന പ്രധാനപ്പെട്ട രണ്ട് ശക്തികൾ ചൈനയും ഇന്ത്യയുമാണ്. ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഇന്ത്യയാണ്. പക്ഷേ ചൈനയുടെയും അമേരിക്കയുടെയും അടുത്തെത്താനൊന്നും നമ്മളായിട്ടില്ല. നമുക്ക് വളരെ താമസിയാതെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. നാലാമത്തെ സാമ്പത്തിക ശക്തി ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ജനസംഖ്യ അതിൻ്റെ അടിസ്ഥാനത്തിൽ പെർ ക്യാപിറ്റ ഇൻകം പരിഗണിച്ചെടുത്താൽ നമ്മുടെ സാമ്പത്തിക ശക്തി നാലാം സ്ഥാനത്താണെന്ന് പറയുമ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്. ആഗോളീകരണത്തിന് ശേഷം നമ്മളും സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ചൈന കമ്മ്യൂണിസം മതിയാക്കിയപ്പോൾ സാമ്പത്തിക രംഗത്ത് നമ്മൾ ചെയ്തത് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി ന്യൂ ലിബറൽ എക്കണോമിക് പോളിസിയാണ് കൊണ്ടുവന്നത്. അതിനുശേഷം സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക് രാജ്യത്തിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്വകാര്യ കമ്പനികൾ ലോകത്ത് നിന്നും നമ്മുടെ രാജ്യത്ത് വന്നു. ചൈനയിൽ വന്നതുപോലെ സ്വകാര്യ മേഖലയുടെ നിക്ഷേപം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിച്ചു. എല്ലാ മേഖലയിലും സമ്പദ് വ്യവസ്ഥയിൽ